ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. BC 6-ാം നൂറ്റാണ്ടോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ദാർശനിക ചിന്തകർ ഉയർന്നുവരുന്നതായി കാണാം. ഉദാഹരണമായി ഇറാനിലെ സ്വരരാഷ്ട്രർ, ചൈനയിലെ കൺഫ്യൂഷ്യസ്, ഗ്രീസിലെ സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, ഇന്ത്യയിലെ മഹാവീരൻ ഗൗതമ ബുദ്ധൻ. ഇതിൽ ഇന്ത്യയിലെ മഹാവീരൻ ഗൗതമ ബുദ്ധൻ ഇവർ കൊണ്ടുവന്ന തത്വങ്ങൾ എന്നിവയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൈന ബുദ്ധമതങ്ങളുടെ ആവിർഭാവത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെ? 1. യാഗപാരമ്പര്യം. യാഗങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലാളിത്യം ഈ കാലത്ത് നഷ്ടപ്പെട്ടു. അവ ചിലവേറിയതും ഹിംസാത്മകവുമായി. യാഗാദി കർമ്മങ്ങൾ ബ്രാഹ്മണരുടെ കുത്തകയായി മാറുകയും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. ജാതിയുടെയും ഭാഷയുടെയും പ്രശ്നങ്ങൾ. വേദാനന്തര കാലഘട്ടത്തിൽ സമൂഹം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ വിഭജിക്കുകയും ബ്രാഹ്മണരുടെ ഉയർന്ന പദവി മറ്റുള്ളവർ എതിർക്കുകയും ചെയ്തു. വേദഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിലായിരുന്നു. ബുദ്ധനും മഹാവീരനും പാലിയിലും പ്രാകൃതത്തിലും അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചത് സാധാരണക്കാരെ ആകർഷിച്ചു. പുത്തൻ സമ്പദ് വ്യവസ്ഥ. പുത്തൻ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വികാസം കന്നുകാലി സമ്പത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും അഹിംസാ സിദ്ധാന്തത്തെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങളെ ജനങ്ങൾ സ്വീകരിക്കാൻ കാരണമാവുകയും ചെയ്തു. പുതിയ ചോദ്യങ്ങൾ. വേദപാരമ്പര്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. പരമമായ സത്വം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ഉപനിഷത്തുകൾ ചർച്ച ചെയ്തിരുന്ന ദാർശനിക ചോദ്യങ്ങൾ ജനങ്ങളെ അസ്വസ്ഥരാക്കി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജൈന ബുദ്ധമതങ്ങളുടെ ആവിർഭാവത്തിന് വഴി തെളിച്ചതെന്ന് പറയാം. ഇനി ജൈനമതം. മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. വൈശാലിക്കടുത്തുള്ള കുന്ദ ഗ്രാമത്തിൽ BCE 540 ജനിച്ചു. 30-ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിക്കുകയും പിന്നീട് കൈവല്യം നേടുകയും ജിനൻ എന്നറിയപ്പെടുകയും ചെയ്തു. പവപുരിയിൽ സമാധിയായി. ജൈനമത തത്വങ്ങൾ. ലോകം മുഴുവൻ സംചേതനമാണ്. അഹിംസ. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നിർമ്മാണം അല്ലെങ്കിൽ മോക്ഷമാണ്. ജനനം, പുനർജന്മം എന്നിവയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. മോക്ഷം നേടാൻ കർമ്മം ശുദ്ധമാകണം. ത്രിരത്നങ്ങൾ. ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം എന്നിവയിലൂടെ മാത്രമേ മോക്ഷം നേടാനാകൂ എന്ന് ജൈനമതം പറയുന്നു. കർമ്മവൃത്തത്തിൽ നിന്ന് മോചനം നേടാൻ സന്യാസവും തപശ്ചര്യയും അത്യാവശ്യമാണെന്നും പറയുന്നു. ജൈന സന്യാസികൾ എടുക്കേണ്ട 5 പ്രതിജ്ഞകൾ താഴെ കൊടുക്കുന്നു. ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, നുണ പറയരുത്, സ്വത്ത് കൈവശം വയ്ക്കരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇവയാണ് ജൈന സന്യാസിമാർ എടുക്കേണ്ട 5 പ്രതിജ്ഞകൾ. നെക്സ്റ്റ് ബുദ്ധമതം. ഗൗതമ ബുദ്ധൻ. കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിൽ ഗൗതമ ബുദ്ധൻ BC 563 ജനിച്ചു. പിതാവ് ശുദ്ധോദനൻ. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ഭാര്യ യശോധര, മകൻ രാഹുലൻ. പുറം ലോകത്ത് കണ്ട 4 വലിയ കാഴ്ചകൾ. ഒരു വൃദ്ധൻ, ഒരു രോഗി, ഒരു മൃതശരീരം, ഒരു സന്യാസി. ഈ 4 കാഴ്ചകൾ ഗൗതമ ബുദ്ധൻ്റെ ജീവിതം മാറ്റിമറിച്ചു. പരമസത്യത്തെ തേടി രാജകുമാരനായിരുന്ന അദ്ദേഹം നാട് വിട്ടു. മഹാപരിത്യാഗം. ബോധോദയമുണ്ടായ ശേഷം ഇദ്ദേഹം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ബനാറസിലെ സാരനാഥിൽ നടത്തിയ ആദ്യ പ്രഭാഷണം ധർമ്മചക്ര പ്രവർത്തന എന്നറിയപ്പെടുന്നു. BC 486 കുശിനഗരിയിൽ നിർവ്വാണമടഞ്ഞു. ബുദ്ധൻ്റെ തത്വങ്ങൾ. ലോകം അനിത്യവും അനാത്മകവുമാണ്. ആര്യസത്യങ്ങൾ. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം. അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. തുടർന്ന് അദ്ദേഹം 8 മാർഗങ്ങൾ, അതായത് അഷ്ടാംഗമാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അവ താഴെ പറയുന്നവയാണ്: ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ വീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ ധ്യാനം. ഇവയാണ് അഷ്ടാംഗമാർഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ബുദ്ധമത ഗ്രന്ഥങ്ങളെ ത്രിപീഠകങ്ങളായി ക്രോഡീകരിച്ചിരിക്കുന്നു. വിനയപീഠകം, സുത്തപീഠകം, അഭിധമ്മ പീഠകം. വിനയപീഠകത്തിൽ അംഗങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ് പറയുന്നത്. സുത്തപീഠകത്തിൽ ബുദ്ധൻ്റെ തത്വങ്ങളും അഭിധമ്മ പീഠകത്തിൽ ദാർശനിക കാര്യങ്ങളും പറയുന്നു. ബുദ്ധമതത്തെ 2ആയി തിരിക്കുന്നുണ്ട്: ഹീനയാനമെന്നും മഹായാനമെന്നും. ബുദ്ധനു ശേഷം ബുദ്ധമതം ഹീനയാനമെന്നും മഹായാനമെന്നും വിഭജിക്കപ്പെട്ടു.
ഹീനയാനം ചെറിയ വാഹനമെന്നും മഹായാനം വലിയ വാഹനമെന്നും അറിയപ്പെടുന്നു. ഹീനയാന ബുദ്ധിസത്തിൽ ബുദ്ധൻ്റെ മൗലിക തത്വങ്ങളെ പിന്തുടരുകയും പാലി ഭാഷയെ പ്രധാന ഭാഷയായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ മഹായാനത്തിൽ പുതിയ തത്വങ്ങളും സദാചാര സംഹിതയും ആവിഷ്കരിച്ചു. വിഗ്രഹാരാധന മഹായാനത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ബുദ്ധനെ അവർ ദൈവമായി ആരാധിക്കുകയും സംസ്കൃത ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. സ്തൂപങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യമാണ് സ്തൂപങ്ങൾ. ബുദ്ധൻ്റെ ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്തിട്ടുള്ള ചെറിയ മേടുകളാണ് സ്തൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവ വിശുദ്ധ സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്നു. കല്ലുകൾ കൊണ്ടോ ഇഷ്ടികകൾ കൊണ്ടോ നിർമ്മിച്ച കലാമൂല്യമുള്ള നിർമ്മിതികൾ ആണ് ഇവ. പ്രസിദ്ധമായ സ്തൂപങ്ങളാണ് ബർഹട്ട് സ്തൂപം, സാഞ്ചി സ്തൂപം, സാരനാഥ് സ്തൂപം. സ്തൂപങ്ങളുടെ തൂണുകളിലും അഴിവേലികളിലും ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്തൂപങ്ങളുടെ ഘടന അർദ്ധവൃത്താകൃതിയിലുള്ള ലളിതമായ മൺമേടുകൾ, അതായത് തറഭാഗം അണ്ട എന്നറിയപ്പെടുന്നു. അണ്ടയുടെ മുകളിലുള്ള ബാൽക്കണി പോലുള്ള നിർമ്മിതി ഹർമിക എന്നും ഹർമികയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കൊടിമരം യഷ്ടി എന്നും യഷ്ടിക്ക് ചുറ്റുമുള്ള കാടുകൾ ഛത്രങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് സാഞ്ചിയിലെ സ്തൂപം സംരക്ഷിക്കപ്പെടുകയും അമരാവതിയിലെ സ്തൂപം അവഗണിക്കപ്പെടുകയും ചെയ്യുന്നത്? സാഞ്ചി സ്തൂപം കണ്ടെത്തിയത് 1818 സാഞ്ചിയിലെ കവാടങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള വിദേശികളുടെ ശ്രമങ്ങൾ ഭോപ്പാലിലെ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ടു.